അങ്ങോട്ട് പോയി പറഞ്ഞേ. ഞങ്ങൾ ഈ വെക്കേഷൻ ഒന്ന് പോയപ്പോട്ട് അവിടെ ആൾക്കാരുണ്ടോ? അല്ലുണ്ടോ? ഞങ്ങൾ ഈ വെക്കേഷൻ 2 മാസം 1 മാസം വന്നിട്ട് ആൾക്കാരല്ല. ഒരു മിനിറ്റ് അണ്ണ ഇത് പറയാൻ പോവാണോ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടെ. അല്ല ഞാൻ ചോദിക്കട്ടെ എന്നാ ഞാൻ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ ദുഃഖമുള്ളായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ഫാമിലി മൊത്തമാണ് നമ്മുടെ കൂട്ടത്തിൽ. കാരണം വെച്ചാൽ ഇപ്പോൾ വന്ന കാലത്തോട്ട് ഈ ഫാമിലി പ്രോഗ്രാം മൊത്തം നടന്നത്. എല്ലായിടത്തും ഫാമിലി പ്രോഗ്രാം നടന്നുകൊണ്ട് ഞങ്ങളെല്ലാം വന്നത്. പക്ഷെ ഇപ്പം നമുക്ക് ഇപ്പോൾ 2-3 വരെ ഇട്ടത് ഫാമിലി നമ്മളെ മൊത്തം ഫാമിലി എടുക്കുന്ന വിഷമോ എല്ലാവർക്കും ആയാലും എല്ലാവർക്കും. രതീഷ് അതല്ല എൻ്റെ ചോദ്യം, അതല്ല. ഈ നിങ്ങൾ 2 വർഷം അല്ലെങ്കിൽ 1 വർഷമായിട്ട് നാട് വിട്ട് സ്വന്തം ഫാമിലി വിട്ടിട്ട് നിങ്ങൾ പോകുന്ന ആളുകളാണ്. സ്വന്തം ഫാമിലിയെ ഞങ്ങളെന്ന് പറഞ്ഞാൽ സ്വന്തമല്ല. നമ്മൾ പറയട്ടെ നമ്മൾ പറഞ്ഞാൽ സ്വന്തമല്ല. നമ്മൾ മുള പൊട്ടി അമ്മയുടെ അനിയത്തിമാരുടെ ചേട്ടാല അങ്ങനെ ഉള്ള ബന്ധങ്ങളാണ്. നിങ്ങൾ ഈ ഒരു വർഷം 2 വർഷത്തേക്ക് നിങ്ങൾ സ്വന്തം ഫാമിലി വിട്ടു പോകുമ്പോൾ 1 വർഷമെങ്കിലും ആയിക്കോട്ടെ, അപ്പം നിങ്ങളുടെ ആ ഒരു ദുഃഖം എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? വളരെ ഇപ്പൊ പിരിഞ്ഞുവിടാൻ പറ്റത്തില്ല. കാരണം പെറ്റമ്മ, കുഞ്ഞ്, പിന്നെ സ്വന്തം ഫാമിലി, അച്ഛൻ, അമ്മ, അവരുടെ ഫാമിലി എല്ലാം വിട്ടുവരാൻ ഭയങ്കര വിഷയം. ഇപ്പൊ പക്ഷേ അന്നില്ലായിരുന്നു, അങ്ങനെ ഇത്ര വിഷമമില്ലായിരുന്നു ഞങ്ങൾക്ക് ആർക്കും. ഇല്ലണ എന്നില്ലായിരുന്നു. ഈ ഒരു ഫാമിലി ഗ്രൂപ്പ് തുടങ്ങുന്ന മുമ്പ് ഇത്ര ഇല്ലായിരുന്നു. ഈ വന്ന ശേഷം ഇല്ലായിരുന്നു. ഇതിനു മുമ്പ് ഇല്ലായിരുന്നു. ഒരു ഫാമിലി ഗ്രൂപ്പ് തുടങ്ങിയപ്പോ ഇത്രയും ഫാമിലി ഗ്രൂപ്പിനെ വിട്ടുവരുന്നത് കാരണം വെച്ചാൽ അവര് ഏറ്റവും വലിയ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പുള്ളിക്കാരനെ വിടാലും എന്നെ വിടാലും ഇത്ര ആൾക്കാർ വരുന്നപ്പോഴത്തേനും അതൊരു സന്തോഷമാണ്. തീർച്ചയായും സന്തോഷമാണ്. ബിനു ഇതിനെ പറ്റി എന്താ പറയുന്നത്? ബിനുവിനെ എനിക്ക് അറിയാവുന്ന കാലം തൊട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷമാണ് ബിനുവായിട്ടുള്ള ബന്ധം ഞാനൊന്ന് ഇതാക്കിയെടുത്തത്. നമ്മുടെ ഈ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രവാസം എന്ന ലോകത്തേക്ക് നമ്മൾ പോകുന്നത്. ആരും ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ നാട് വിട്ടു പോകുന്നത്. എനിക്ക് എപ്പോഴും എൻ്റെ ഈ നാട് ഇപ്പോഴും ഞാൻ മനസ്സോടല്ല പോകുന്നത്. 100% താല്പര്യമില്ലാതാണ് ഞാൻ നാളെ പോകുന്നത്. അവിടെ ചെല്ലുമ്പം നാളെ എന്തായാലും അതെന്താണ് നമുക്ക് അങ്ങനെ നാട് പോലെ ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഈ പ്രവാസ ലോകത്ത് കിട്ടത്തില്ല. നമുക്ക് എല്ലാവരും ഉണ്ട് കാണാൻ. നമുക്ക് അതുപോലെ ഒരു ബെനിഫിറ്റ് ഇവിടെ പോലെ അല്ലേ അന്നേരം അവിടെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആ ഒരു ഇതുപോലെ അല്ലേ അവിടെ അല്ല. നമുക്ക് ജോലിക്ക് പോകണം, ജോലി വന്നു കഴിഞ്ഞാൽ ഒന്ന് കുളിക്കുക, ആഹാരം കഴിച്ച് കിടന്നുറങ്ങുക. ഒരു ബെഡ് ആ ബെഡ് മാത്രം വെച്ചാൽ അത് ഒരു 3 പേര്. എന്നെ സംബന്ധിച്ച് ഞങ്ങളെ 3 പേരുടെ റൂമിനകത്ത്. അപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യം എന്താണ്? നമ്മളവിടെ നമുക്ക് എപ്പോഴും നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള ഒരു സ്കോപ്പ് അതാണ് അന്വേഷിക്കുന്നത്. അപ്പോഴും നമ്മൾ പോകുന്നത് നമ്മളൊരു എയിം വെച്ചിട്ടല്ലേ? ഇല്ലാതെ പോകുന്നത് താല്പര്യം ഇല്ലാതെ കൂടുതൽ ആൾക്കാർ അവിടെ നിൽക്കുന്നത്. താല്പര്യത്തോടെ പോകുന്ന ആൾക്കാരുണ്ട്, എങ്കിലും നമുക്ക് ജീവിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. എങ്കിലും നമുക്കൊരു എയിം വെച്ചിട്ടല്ലേ നമ്മൾ ഗൾഫിലേക്ക് പോകുന്നത്? ഉണ്ടല്ലോ എയിമുണ്ട്. ആ എയിം സക്സസ് ആകണമെന്നില്ല. എല്ലാവരും എയിം സക്സസ് ആകണമെന്നുണ്ടോ? ഇല്ല. പകുതിക്ക് വെച്ച് അല്ലെങ്കിൽ കാൽഭാഗം വെച്ച്. പ്രവാസത്തെ കുറിച്ച് ഞാൻ 2 വാക്ക് പറഞ്ഞോട്ടെ. പ്രവാസത്തെ കുറിച്ച് പറയാൻ 2 വാക്കുള്ളൂ എനിക്ക്. പറഞ്ഞോളൂ. ജീവിക്കാൻ വേണ്ടി പോകുന്നു, ജീവൻ ഉപേക്ഷിച്ച് പോകുന്നു. അതിന്റെ മീൻസ് ജീവിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു, നമ്മുടെ സ്വന്തം ജീവിതം പണയം വെച്ച് പോകുന്നു. അതായത് ജീവൻ ഉപേക്ഷിച്ച് പോകുന്നു. 2 വാക്ക് ഞാൻ എന്റെ പ്രവാസം അതിനകത്ത് അവന്റെ ഉള്ളടക്കം നിങ്ങൾ പറയേണ്ട കാര്യങ്ങളെല്ലാം ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇനിയിപ്പം നിങ്ങൾക്ക് വിശദീകരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ പ്രവാസം എന്ന് പറയുന്നത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പം നല്ല ലക്ഷറി വീട്, കാറ്, ബൈക്ക് എല്ലാം എടുത്തിട്ടിട്ട് ഇവിടുന്ന് ഒരു പ്രവാസി ഗൾഫിൽ പോന്നു. ഗൾഫിൽ പോയി കിടന്നിട്ട് കഷ്ടപ്പെട്ട് ഇതെല്ലാം ഉണ്ടാക്കി പിന്നെയും അവൻ ഗൾഫിൽ പോവാണ്. പക്ഷെ അവൻ്റെ ഗൾഫിലെ ആ റൂമിൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 4 പേര് കിടങ്ങുന്ന റൂമിൽ ഒരു മേളത്തെ കട്ടിലായിരിക്കും, ഒരു ബെഡിലായിരിക്കും, ഒരു മൂലയ്ക്ക് കിടക്കുന്നാണ്ട് ഇത്രയുള്ളൊരു ബെഡ് ഇടുന്ന ആ ബെഡിലാണ് അവൻ്റെ ജീവിതം. അത് 13 വർഷം ഗൾഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കഥയാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ പോകുന്നത്? നമ്മുടെ കുടുംബത്തിന് വേണ്ടി അതാ പറഞ്ഞത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. 2 വാക്കുള്ളൂ. പ്രവാസത്തിന് 2 വാക്കുള്ളൂ.
ഒന്ന് ഒരു വർഷം ഒരു മാസം വരെ ഒന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല. ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞു, നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നത്. നമ്മൾ പക്ഷേ രക്ഷപ്പെടുകയും ചെയ്യുന്നു. താങ്ക്സ് അളിയാ. മോനെ എനിക്ക് താങ്ക്സ്. പോയിട്ട് നിങ്ങൾ 3 പേരും ഹാപ്പി ആയിട്ട് വരിക. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കുണ്ടാവും. കേട്ടല്ലോ വിനു വിനുവണ്ണ ഹാപ്പി ജേർണി. പോയിട്ട് പെട്ടെന്ന് വരട്ടെ. അതിലും അനിയൻ എൻ്റെ പ്രശാന്ത് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെയും പോയിട്ടും എനിക്ക് ഇത്ര സങ്കടം ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പം നമ്മുടെ ഗ്രൂപ്പൊക്കെ ആക്റ്റീവായി, നമ്മുടെ ഫാമിലികൾ, എനിക്കിപ്പം ആരും ഇല്ല എന്നുള്ളൊരു സങ്കടമൊന്നുമില്ല. എല്ലാരും ഉണ്ട്. അതാണടാ നമുക്കൊരു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഷെയർ ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ അണ്ണനെ ഷാജിയണ്ണും അത് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ അണ്ണാ? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ആരും ഇല്ല എന്നുള്ള തോന്നൽ അത് മാറി. നമ്മുടെ ഇപ്പൊ എല്ലാരും ഉണ്ട്. തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്. എനിക്ക് ഈ നിമിഷം ഈ ഗ്രൂപ്പ് തുടങ്ങിയത് ഒരു സത്യം പറയാം, ഇത്രയും പേരൊക്കെയല്ലേ നിന്നൊരു കാര്യം ചോദിക്കട്ടെ. നോക്കിയേ ഓൾഡ് ബങ്ങിന്റെ പുറത്തൊക്കെ ഗ്രൂപ്പാണ്. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ തുടങ്ങിയ ഗ്രൂപ്പ് ഞങ്ങള് ഇപ്പൊ എത്ര വർഷമായി ബിനു ഗൾഫിൽ പോകാൻ തുടങ്ങിയിട്ട്? കൊറേ വർഷങ്ങൾ നിന്നിട്ട് ഇങ്ങനെ പക്ഷെ വന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല എത്ര പോകാതിരുന്നിട്ട് പിന്നെ ഒരു അപ്പോ അവൻ പോകുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം അറിയാമോ? അത് തീർച്ചയായിട്ടും അറിയാം. മക്കൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് ആരും ഇവിടെ എത്തത്തില്ല. മുഖം മാത്രം വാടിയാലെന്തോമനെ, മുഖമുത്ത് തളർന്നാലെന്തോമനെ. 100% പേരെ പോലും എനിക്കും ബിനോണ്ണനും അറിയാം. അപ്പോഴത്തെ 4 വർഷം ആകുമ്പോഴത്തെ 2 വയസ്സായിട്ടുള്ള ആളെ പിള്ളേരല്ലേ, അവരെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കണ്ടേ? അപ്പൊ അതിന് നീ പോയാലും നടക്കൂ. നീ എന്ത് തന്നെയാന്ന് പറഞ്ഞാലും, എത്ര സങ്കടമാണെന്ന് പറഞ്ഞാലും. അല്ല അഞ്ജലി, നീ നിന്റെ കുടുംബമായിട്ട് ഞാൻ ഒരു ബന്ധമില്ല. 6 മാസം ബ്ലോക്ക് ചെയ്ത് വെക്കും നിന്നെ. നമ്മൾ എത്ര വർഷം കൊണ്ട് പ്രവാസിയാ? എത്ര വർഷം കൊണ്ട് പോയിട്ട് വരാം. പക്ഷെ എന്നിരുന്നാലും നിന്റെ ഇന്നത്തെ സങ്കടം, അയ്യോ പൊന്ന് മോനെ, സങ്കടമേ ഇല്ല. എനിക്ക് യാതൊരു സങ്കടമില്ല. അല്ല ഒന്നാമത്തെ കാര്യം അറിയോ? അല്ലല്ല രതീഷേ, എന്നോട് ഇവനൊരു കാര്യം പറഞ്ഞു. വൈകുന്നേരം ഇവിടുന്ന് അച്ചാറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇവനോടൊരു കാര്യം പറഞ്ഞ, ഇവിടുന്ന് അച്ചാറ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനത് കൂട്ടാൻ പറ്റത്തില്ല. അത് പറയട്ടെ, ഞാൻ പറയട്ടെ, അതവന് കഴിക്കാൻ പറയട്ടെ, അതവന് കഴിക്കാൻ പറഞ്ഞു കേക്കടാ, അതവന് കഴിക്കാനുള്ള ടൈം കിട്ടത്തില്ല. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ട് വന്നിട്ട് നേരെ മെസ്സിലേക്ക് ഓടുകയാണ്. ആ സമയത്ത് അവൻ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ആ സാധനം അവന് കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ആലോചിച്ച് നോക്കേണ്ട കാര്യം, അവിടെ എന്ത് നമ്മുടെ നാട്ടിലേക്കായിട്ട് എന്ത് രീതിയിലുള്ള കഷ്ടപ്പാടാണെന്നുള്ള നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നവര് കേട്ടോടി. അവൻ എന്നോടൊരു കാര്യം പറയുന്നത് അറിയാവോ? അവൻ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ച് പിന്നെ മത്തിയോ അച്ചാറിട്ടോ അല്ലെങ്കിൽ പിന്നെ ചെമ്മീൻ അച്ചാറിട്ട് ചൂര അച്ചാറിട്ട് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് നിന്റെ ഭർത്താവ്, അത് ഞാൻ അച്ചാറിട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് നേരെ ഒന്ന് കുളിച്ച് തുണിയും കഴുകിച്ച് നേരെ മെസ്സിലേക്ക് ഓടുക ചെയ്യുന്നത്. അപ്പോൾ ഈ കൊണ്ടുവന്ന ഈ സാധനങ്ങൾ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, ആ വേസ്റ്റായി പോവുകയാണെന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഒരു ടൈം പോലും ഇല്ലാതെ അവിടെ കഷ്ടപ്പെടുന്ന പ്രവാസികളാണെന്ന് ആലോചിച്ച് നോക്കണം. അണ്ണാ വേറൊരു കാര്യമുണ്ട്, അണ്ണൻ അവിടെ ഞങ്ങൾ അടിച്ചു പൊളിച്ചിരിക്കുകയല്ല. ഞങ്ങൾ 30 ദിവസം ഉണ്ടെങ്കിൽ 28 ദിവസം ചമ്മന്തി ഞങ്ങൾ കഴിച്ചു. ആദ്യ കുഞ്ഞുങ്ങളെ സ്ത്രീകളെന്ന് പറയുന്നത് പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതി കൊടുക്കണമെന്നുള്ള ചിന്ത എനിക്കുള്ളത് കൊണ്ട് ഞാൻ ചമ്മന്തി കൊണ്ടുപോയാലും അവർക്ക് ഇഷ്ടപ്പെട്ട കുട്ടി ഞാൻ ഉണ്ടാക്കി കൊടുത്താ വിടുന്നത്. അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരിക്കലും അന്ന് അവിടെ ഗൾഫിലായെന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചു ജീവിക്കാറില്ല, ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല.
ഇല്ല. അങ്ങനെ ചെയ്യത്തോ ഇല്ല. അതേപോലെ കഷ്ടപ്പാടോ എന്നിരുന്നാലും അതേപോലെ കഷ്ടപ്പാട് കൊണ്ട് മാളൂട്ടിയോട് പറഞ്ഞു അല്ല അവൾ ഈ പ്രായത്തിലേ പഠിക്കണം. കണ്ണ് വിരിയട്ടെ ആദ്യം. ആളുടെ കുഞ്ഞാ പോലെ എവളോട് മാത്രമല്ല ഞാൻ പറയുന്നത്, എവളോട് ഞാൻ പറയുന്നെങ്കിലും അല്ലല്ല അവൻ ഗൾഫിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ അവനെ ഹാപ്പി കേട്ടോ. കള്ളു കുടിപ്പിച്ച് അവനെ വെറുതെ വഷളാക്കി കളയരുത്. നിന്നോട് പറയോ നിന്നോട് അച്ഛൻ പറയാൻ പറഞ്ഞു കേട്ടല്ലോ. അയ്യോ അവിടെ വന്ന് എന്റെ അണ്ണ ഞാൻ കണ്ടുപിടിക്കട്ടെ. നിന്റെ റൂമിലെ കിടക്കണോണ്ടാ പറഞ്ഞത്. എന്റെ റൂമില് എന്റെ കാട്ടും വലിയ പിഴകളാണ്. അതുകൊണ്ടാ പറഞ്ഞത്. അവന് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ അച്ഛനാന്ന് പോരാ അണ്ണ ഇത്രയും പോരാ അണ്ണ. ചമ്മന്തി രതീഷിന്റെ ചമ്മന്തി അത് രതീഷിന്റെ ചമ്മന്തി. രതീഷ നിന്റെ ചമ്മന്തി ചോണ്ടേ അളയാ നീ നാളെ ചിലപ്പം വരാൻ പറ്റിയെന്നിരിക്കത്തില്ല. ഹാപ്പി ജേർണി. സന്തോഷമായിട്ട് പോയിട്ട് വരിക. ഹാപ്പി ആയിട്ട് കേട്ടോ. കേട്ടോ ഇത്തവണത്തെ പോക്ക് പോലെ ആയിരിക്കരുത് ഇനിയും വരുമ്പോ. കേട്ടോ.